Okay, so we'll start with the second module, അതായത് കെമിസ്ട്രി ഓഫ് എഫ് ബ്ലോക്ക് എലിമെന്റ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് റേഡിയോ ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷനായ എഫ് ബ്ലോക്ക് എലിമെന്റ്സിനെ പറ്റിയിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. സോ നമുക്കറിയാം പീരിയോഡിക് ടേബിളിലെ ഏറ്റവും താഴത്തെ രണ്ട് റോയിലാണ് ഈ എഫ് ബ്ലോക്ക് എലമെന്റ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം രണ്ട് സെക്ഷൻസ്, അതിൽ നമ്മൾ 4F സീരീസും നമ്മൾ 5F സീരീസും നമ്മൾ പറയാറുണ്ട്. സോ ഓൾസോ നമുക്കറിയാം ഈ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ വിളിക്കുന്നതാണ്, ദേ ആർ ഓൾസോ നോൺ ആസ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് നമ്മൾ പറയും. F block elements are also called as inner transition elements. അത് നോട്ട് ചെയ്ത് വെക്കാം. ഈ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ലാൻഥനൈഡ്സ് ഉണ്ട്, ആക്ടിനൈഡ്സ് ഉണ്ട്. സോ നമ്മൾ ഈ ലാൻഥനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ് അവരുടെ എന്താ പറയുക, അവരുടെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. സോ നമുക്കറിയാം these elements they are characterized by the gradual filling of 4F and 5F orbitals fill ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഇത് പോകുന്നത്. ഇപ്പോൾ ലാൻഥനൈഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ലാൻഥനൈഡ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അവരുടെ അറ്റോമിക് നമ്പർ റേഞ്ച് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഫ്രം 57 to 71 ആയിരിക്കും വരുന്നത്. അവർക്ക് കോമൺ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. അതേസമയം ആക്ടിനൈഡ്സിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ എന്താ, അവരുടെ അറ്റോമിക് നമ്പർ സ്റ്റാർട്ട്സ് ഫ്രം 89 to 103. സോ അത് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഈ ലാൻഥനൈഡ്സ് എന്ന് പറയുന്നത് അവർ കോമൺ റെയർ എർത്ത് എലമെന്റ്സ് ആണ്. ഓക്കെ, സോ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദീസ് ദേ ബിലോങ് ടു പീരിയഡ് 5, 6 and 7 ആയിരിക്കും വരുന്നത്. അപ്പോൾ മോസ്റ്റ് ഇവർ കാണിക്കുന്ന കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും വരുന്നത്. മോസ്റ്റ്ലി ആക്ടിനൈഡ്സ് എന്ന് പറയുന്നവർ ആക്ച്വലി റേഡിയോ ആക്റ്റീവ് ആണ്. ആക്ടിനൈഡ്സ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആണ്. പക്ഷെ ലാൻഥനൈഡ്സ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി സ്റ്റേബിൾ കേസസിലായിരിക്കും വരുന്നത്. പിന്നെ അവർക്ക് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് ഇവിടെ ജനറൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓക്കെ, ഐ ഗസ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടാണ്. അപ്പോൾ ജനറൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് N-2 ആണ് വരുന്നത്. N-2 F14 N-2 F1 to 14 N-1 D 0 to 1 N-2. അപ്പോൾ ഇത് ഇവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് വരുന്നത്. അപ്പോൾ എസ് ഓർബിറ്റൽ, ഡി ഓർബിറ്റൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് എഫ് ഓർബിറ്റൽസ് ഫിൽ ചെയ്ത്. അപ്പോൾ ഈ എഫ് ഓർബിറ്റൽസ് ഫിൽ ചെയ്യുമ്പോഴത്തേക്കാണ് അവർ
ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. കാരണം ഇന്നർ ഷെൽസിലേക്കാണ് അവരൊക്കെ ഫില്ല് ചെയ്യുന്നത്. നമ്മൾ ഇനിയിപ്പോൾ ഓരോ കേസ് എടുത്ത് നോക്കാൻ പോകും. ഇപ്പം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ലാൻഥനൈറ്റ്സിന്റെ കേസ്. ലാൻഥനൈറ്റ്സ് കോമൺലി നോൺ ആസ് ലാൻഥനോയിഡ്സ് എന്ന് പറയാം. അപ്പോൾ അവരുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എലമെന്റ് എന്ന് പറയുമ്പോൾ ലന്താനമാണ് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് LA എന്നാണ് പറയുന്നത്. ലന്താനത്തിന് ആക്ച്വലി അവരുടെ സിമ്പിൾ ഇസ് LA. സോ അവരുടെ അറ്റോമിക് നമ്പർ എന്താ 57. അത് ഓർമ്മ വേണം. സ്റ്റാർട്ടിങ് എലമെന്റും എൻഡിങ് എലമെന്റും. എൻഡിങ് എലമെന്റ് എന്ന് പറയുമ്പോൾ ലുട്ടീഷ്യം. അപ്പോൾ അവര് LU. അതാണ് അവരുടെ സിമ്പിൾ വരുന്നത്. അപ്പോൾ അവരുടെ അറ്റോമിക് നമ്പർ എത്ര 71. അപ്പോൾ ഇവരെ റെയർ എർത്ത് എലമെന്റ്സ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 4f 1 to 14, 5d 0 to 1, 6s2. ഇതാണ് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ നമുക്കിത് താഴത്തേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും. ഇത് അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ദീസ് എലമെന്റ്സ്, അതായത് ലന്താനം ലുട്ടീഷ്യം എന്ന് പറയുന്ന എലമെന്റ്സ്, ആ ഒരു കേസ് എലമെന്റ്സ് പറയുമ്പോൾ ദേ ആർ ഹാവിങ് ഹൈ റിയാക്ടിവിറ്റി, silvery white appearance, and unique magnetic, optical, and catalytic properties which make them valuable in various technological applications such as magnets, phosphorus, and lasers. So ഇത് ഇവരുടെ ഒരു ജനറൽ പ്രോപ്പർട്ടീസ് ആണ് ലാൻഥനൈറ്റ്സിന്റെ കാര്യങ്ങൾ. ലാൻഥനൈറ്റ്സിനെ പറ്റി പറയുമ്പോഴത്തേക്കും ആദ്യം പറയുന്നത് അതിനകത്ത് അവരുടെ എലമെന്റ്സ്, ഏതൊക്കെ എലമെന്റ്സ്, ഫുൾ എലമെന്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനല്ല, ലന്താനം ടു ലുട്ടീഷ്യം ആണ് വരുന്നത്. അവരുടെ അറ്റോമിക് നമ്പർ പറയാം. പിന്നെ ദേ ആർ റെഫേർഡ് ടു റെയർ എർത്ത് എലമെന്റ്സ് എന്നാണ് പറയുന്നത്. അവർ 4 ഓർബിറ്റൽസ് ഫില്ല് ചെയ്യും. പിന്നെ ദേ ആർ നോൺ ഫോർ ദർ ഈ പറഞ്ഞ ഹൈ റിയാക്ടിവിറ്റി, സിൽവറി വൈറ്റ് അപ്പിയറൻസ്, യൂണിക് പ്രോപ്പർട്ടീസ്, ഇതൊക്കെ ഉണ്ടെന്നുള്ള കാര്യമെല്ലാം മെൻഷൻ ചെയ്യുക പ്രോപ്പർട്ടീസ്. പിന്നെ പറയുന്നത് അവരുടെ അബണ്ടൻസ് ആൻഡ് നാച്ചുറൽ ഒക്കറൻസ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് 15 ലാൻഥനൈഡ് എലമെന്റ്സ് ഉണ്ട്. അതിനകത്ത് 14 മാത്രമാണ് നാച്ചുറലി ഒക്കർ ചെയ്യുന്നത്. അതിൽ അതായത് പ്രോമിത്തിയം എന്ന് പറയുന്ന എലമെന്റ് ആണ് ലാൻഥനൈഡ് നാച്ചുറലി അല്ലാണ്ടായിട്ട് ഒക്കർ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് കുറച്ച് ലിസ്റ്റ് ഓഫ് നാച്ചുറലി ഒക്കറിങ് ഐസോടോപ്സ് ഓഫ് ലാൻഥനൈറ്റ്സിന്റെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അവരുടെ സ്റ്റെബിലിറ്റി കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അവരുടെ സ്റ്റേബിൾ ഐസോടോപ്പ്, അതായത് ഒക്കർ ചെയ്യുന്ന ഏത് രീതിയിലാണ് വരുന്നത് ഐസോടോപ്പ് കാര്യങ്ങളാണ് ആ ടേബിളിനകത്ത് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്നത് ഇവരുടെ ഒക്കറൻസ് ആണ്. ഒക്കറൻസ് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ലാൻഥനൈറ്റ്സ് എന്ന് പറയുന്നത് റെയർ എർത്ത് എലമെന്റ്സ് ആണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദം അത്ര റെയർ അല്ല. പിന്നെ വരുന്നത് മോസ്റ്റ് ഓഫ് ദ ലാൻഥനൈറ്റ്സ് ദേ ആർ മോർ അബണ്ടന്റ് ഇൻ എർത്ത്സ് ക്രസ്റ്റിൽ, മോർ അബണ്ടന്റ് ആയിട്ട് ഉണ്ട്. അതായത് സിൽവർ അയഡിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ എർത്ത്സ് ക്രസ്റ്റിൽ കുറച്ച് കൂടുതൽ എമൗണ്ട് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് പറയുന്നത്. പിന്നെ വരുന്നത് ലുട്ടീഷ്യം ആൻഡ് തൂലിയം എന്ന് പറയുന്നത് ലീസ്റ്റ് അബണ്ടന്റ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ കോൺസെൻട്രേഷൻ പറയുന്നത് 1 പൈക്കോ പാർട്സ് പെർ മില്യൺ ആണ് പറയുന്നത്. പിന്നെ അവരുടെ ഒക്കറൻസ്, അതായത് അവരെങ്ങനെ എർത്ത് ക്രസ്റ്റിൽ കാണപ്പെടുന്നു, നാച്ചുറലി വരുന്നു, അതിൻ്റെ ഒക്കെ ഉള്ളൊരു ജസ്റ്റ് ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് മിനറൽസ് ഓഫ്, അതായത് ഇപ്പോൾ മോണസൈറ്റ് എന്ന് പറയുന്നത് ലാൻഥനൈറ്റ്സിൻ്റെ മിനറൽ. അപ്പോൾ അവരുടെ കോമ്പോസിഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ടേബിളിനകത്ത് പറയുന്നത്. ഇതിപ്പോൾ കുറച്ച് കാണാതെ പഠിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ ഒന്നെങ്കിൽ 1-2 എക്സാം ജസ്റ്റ് ഒന്ന് മനസ്സിലാവും. മോണസൈറ്റ്, ബാസ്നൈറ്റ് ഓർത്തിരിക്കുക. എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻറ്റ് മിനറൽസ് അല്ലെങ്കിൽ ഓൾസ് ഓഫ് ലാൻഥനൈറ്റ്സ്. ഇത് ലാൻഥനൈറ്റ്സിന്റെ ഓർ അല്ലെങ്കിൽ മിനറൽസ്, അവരുടെ കോമ്പോസിഷൻ, അവരെങ്ങനെ ലാൻഥനൈറ്റ്സിൽ കണ്ടെയ്ൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ടേബിളിനകത്ത് പറയുന്നത്. സോ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മോണസൈറ്റ് ആൻഡ് ബാസ്റ്റനൈറ്റ്സൈറ്റ് ആർ ദ മോസ്റ്റ് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് ലാൻഥനൈറ്റ്സ്. അതായത് നമുക്ക് ലാൻഥനൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് മോണസൈറ്റും ബാസ്റ്റനൈറ്റും. അപ്പോൾ അവരുടെ ഒക്കറൻസ് പഠിക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഈ രണ്ടെണ്ണം ഇവരുടെ കോമ്പോസിഷൻ പഠിക്കുന്നത്. അതായത് ഇതൊരു ഫോസ്ഫേറ്റ് മിനറൽ റിച്ച് ഇൻ
these elements, they contain thorium. അപ്പോൾ commonly used for the extraction of light lanthanides extract ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോണോസൈറ്റ് മിനറലിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ലാൻഥനൈഡ്സിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അതായത് ലൈറ്റ് ലാൻഥനൈഡ്സ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ ഓക്കെ, ആ കാര്യങ്ങളും പിന്നെ അത് എവിടെ കാണപ്പെടുന്നു എന്നുള്ളത് ഏതൊക്കെ കൺട്രീസിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നതാണ് ഈ ഒരു ആ ഒരു സെക്ഷനകത്ത് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഐസൊലേഷൻ ഓഫ് ലാൻഥനൈഡ്സ് ഫ്രം മോണോസൈറ്റ്. സാൻഡിൽ നിന്ന് എങ്ങനെ അതിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ മോണോസൈറ്റ് സാൻഡ് എന്ന് പറയുന്നത് ഒരു ഫോസ്ഫേറ്റ് റിച്ച് മിനറലാണ് ഉള്ളത്. അതായത് ഈ മോണോസൈറ്റ് സാൻഡിനകത്ത് ഇതൊരു ഫോസ്ഫേറ്റ് റിച്ച് മിനറലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, മേളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അതിനകത്ത് ഈ ലാൻഥനൈഡ്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇംപ്യൂരിറ്റീസ് ആണ്, തോറിയം, സിർക്കോണിയം എന്നൊക്കെ പറയുന്ന ഇംപ്യൂരിറ്റീസ് ഉണ്ട്. സോ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ലാൻഥനൈഡ്സിനെ നമുക്ക് ഐസൊലേറ്റ് ആണ്. ഏതാ? ഈ മോണോസൈറ്റ് സാൻഡിന് നമുക്ക് ഈ പറഞ്ഞ ലാൻഥനൈഡ്സ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. പക്ഷെ ഈ മോണോസൈറ്റ്സ് അതിനകത്ത് എന്തുണ്ട്? ഇംപ്യൂരിറ്റീസ് ഉണ്ട്. ഓക്കെ, തോറിയം, സിർക്കോണിയം എന്ന് പറഞ്ഞ ഇംപ്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇംപ്യൂരിറ്റീസിനെ ഫസ്റ്റ് മൊത്തം മാറ്റിയിട്ട് വേണം നമുക്ക് സെപ്പറേറ്റ് ഈ ലാൻഥനൈഡ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് വഴി എന്ന് പറയുന്ന ഒരു മെത്തേഡ് വഴി നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കോൺസെൻട്രേഷൻ പ്രോസസ്. കോൺസെൻട്രേഷൻ ഓഫ് ദ മിനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ മൊത്തം പ്യൂരിഫൈ ചെയ്യുന്നത്, അതായത് അതിൻ്റെ ഇംപ്യൂരിറ്റീസ് മാറ്റി നമുക്ക് ആ ഒരു ലാൻഥനൈഡ്സ് നമുക്ക് വേണം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ വെച്ചാൽ ഡൈജഷൻ വിത്ത് സൾഫ്യൂരിക് ആസിഡ്. അതായത് ഈ മോണോസൈറ്റ് സാൻഡ് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യും. ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യും. അതിനെയാണ് ഡൈജസ്റ്റ് വിത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് നമ്മൾ ഡൈജസ്റ്റ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 200 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കിതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. മോണോസൈറ്റ് സാൻഡ് നമ്മൾ ആദ്യം H2SO4 വെച്ച് നമ്മളിതിനെ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ മോണോസൈറ്റ് സാൻഡിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നതാണ് ഈ ഫോസ്ഫേറ്റ്സ് ഓഫ് ലാൻഥനൈഡ്സ്, പിന്നെ സിർക്കോണിയം, തോറിയം എന്നൊക്കെ പറയുന്നത് ഇവരെന്ന് പറയുന്നത് ഇംപ്യൂരിറ്റീസ് ആണ് ഇവർ. ഇംപ്യൂരിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റും? അവിടെ സംഭവിക്കുക വെച്ചാൽ ഈ ഫോസ്ഫേറ്റ്സിനെ സൾഫേറ്റ്സ് ആയിട്ട് മാറ്റും. അപ്പോൾ അവിടെ അവിടെ ഒരു ഫോസ്ഫോറിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് ഡൈജഷൻ നടക്കും വിത്ത് കോൺസെൻട്രേറ്റഡ് H2SO4. അപ്പോൾ ഈ നടക്കുമ്പോഴത്തേക്കും എന്ത് പറ്റുന്നത്? ഫസ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഫോസ്ഫേറ്റ്സ് സൾഫേറ്റ്സ് ആയിട്ട് മാറും. എന്നിട്ട് അവിടെ ഫോസ്ഫോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൾഡ് വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്യും. എന്തിനാ? കൂളിംഗ് പർപ്പസ്. അതായത് കൂളിംഗ് ആൻഡ് സെൻട്രിഫിക്കേഷൻ ആണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു മാസിനെ, അതായത് ഈ ഒരു മൊത്തത്തിലുള്ള ഒരു മിക്സ്ചറിനെ നമ്മൾ കൂൾ ചെയ്യും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂൾ ചെയ്തിട്ട് നമ്മളിതിനെ സെൻട്രിഫ്യൂജ് ചെയ്യും. സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റെസിഡ്യൂം കിട്ടും, സൊല്യൂഷൻ. അതായത് നമുക്കറിയാം അതായത് ഈ സെൻട്രിഫ്യൂജ് ചെയ്യുന്ന ട്യൂബ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇങ്ങനെയായിട്ടിരിക്കും.
ഇങ്ങനത്തെ ഒരു ഷേപ്പിലായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെ സെൻട്രിഫ്യൂജ് മെഷീനിൽ ചെയ്യുമ്പോഴത്തേക്ക് എന്നാ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിയിൽ ഇപ്പോൾ പൊടിയുള്ള സംഭവമാണ് ഈ അടിയിൽ ഇങ്ങനെ പൊടി പോലെ ഇങ്ങനെ മേളിൽ കിടക്കും. എന്നിട്ട് ഈ ഒരു മേൽഭാഗത്ത് എന്താണെന്ന് വെച്ചാൽ ക്ലിയർ സൊല്യൂഷൻ ആയിരിക്കും കിടക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഫിൽട്രേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് ആക്ച്വലി. ഇതിനെ നമ്മൾ ആക്ച്വലി ഫിൽട്രേറ്റ് എന്ന് പറയും. അപ്പൊ ഈ താഴെ ഈ ഒരു സാധനത്തിനാണ് നമ്മൾ റെസിഡ്യൂ എന്ന് പറയുന്നത്. റെസിഡ്യൂ ഇതാണ് ഈ സാധനം, ഇത് റെസിഡ്യൂ എന്ന് പറയും. അപ്പൊ ഈ റെസിഡ്യൂ താഴെ അടിയിൽ ഈ അടിഞ്ഞു കിടക്കുന്ന സംഭവം അത് അതിനകത്ത് എന്തുണ്ട്, സിലിക്കയും ഉണ്ട് സിർക്കോണും ഉണ്ട്. ഈ മേളത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഫിൽട്രേറ്റിനകത്ത് എന്തുണ്ട്, സൾഫേറ്റ്സ് ഓഫ് ലാന്തനൈറ്റ്സ് ആൻഡ് തോറിയം ഫോസ്ഫോറിക് ആസിഡ്. ഓക്കെ, ഇവര് ഇൻസോളിബിൾ റെസിഡ്യൂസ് ആണ് ഈ സിലിക്കയും സിർക്കോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ നമ്മൾ റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വരുന്നത് നമ്മൾ ഡൈല്യൂഷൻ എന്ന് പറഞ്ഞ അടുത്ത സ്റ്റെപ്പ്. നമ്മൾ ഡൈല്യൂട്ട് ചെയ്യും. ഡൈല്യൂട്ട് ആൻഡ് അഡ്ജസ്റ്റിംഗ് ദ പി എച്ച് ഇൻ ദ ആൽക്കലൈൻ റേഞ്ച്. അപ്പോൾ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറ്റും, ഈ റെസിഡ്യൂ എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് ഓഫ് തോറിയമായിട്ട് മാറും. അതായത് ഈ തോറിയം എന്ന് പറയുന്ന ഇത് നമുക്ക് എന്തായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, തോറിയം ഫോസ്ഫേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. മനസ്സിലായോ? നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത ആൽക്കലൈൻ ഇതിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ റെസിഡ്യൂ ഈ തോറിയം ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. സൊല്യൂഷൻ എന്തായിട്ട് മാറും, നമുക്ക് അതിനകത്ത് എന്തുമാത്രം റിമൈനിങ് നമുക്ക് കിട്ടും, സൾഫേറ്റ്സ് ഓഫ് ലാന്തനൈറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ തോറിയം അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ആൻഡ് ഇൻസോളബിൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഈ ലാന്തനൈറ്റ്, ഈ സൾഫേറ്റ്സ് ഓഫ് ലാന്തനൈറ്റ്സ് പിന്നെയും ഫർദർ ഇത് അണ്ടർഗോ ചെയ്യും. അവിടെ അത് അണ്ടർഗോ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ Na2S അതായത് സോഡിയം സൾഫേറ്റ് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ സോഡിയം സൾഫേറ്റ് ആഡ് ചെയ്യുന്നത് നമുക്ക് 2 ലാന്തനൈറ്റ്സ് ഗ്രൂപ്പായിട്ട് നമുക്ക് കിട്ടും. 2 ഗ്രൂപ്പായിട്ട് കിട്ടും. അതായത് ഒന്ന് ഇത് ലൈറ്റ് ലാന്തനൈറ്റ്സ്, രണ്ടാമത്തെ ഹെവി ലാന്തനൈറ്റ്സ്. അങ്ങനെ നമുക്ക് 2 എണ്ണമായിട്ട് നമുക്ക് കിട്ടും. അതിനാണ് നമ്മൾ അതായത് ഈ സോഡിയം സൾഫേറ്റ് നമ്മൾ റിയേജൻ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുക. നമുക്ക് 2 സെപ്പറേറ്റ് ഇതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വേണ്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കോൺസെൻട്രേഷൻ പ്രോസസ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തുണ്ട്, നമുക്ക് ലാന്തനൈറ്റ്സ് അതായത് ലൈറ്റ് ലാന്തനൈറ്റ്സും ഹെവി ലാന്തനൈറ്റ്സ് 2 ഗ്രൂപ്പായിട്ട് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ലാന്തനൈറ്റ്സിനെ നമുക്ക് അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി വഴിയിട്ട് നമുക്ക് ലാന്തനൈറ്റ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും പറഞ്ഞ മെത്തേഡ്സ് ക്ലിയർ. ഇപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചാൽ മതി. ഫ്ലോ ചാർട്ട് ഇങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെ എഴുതിയാലും മതി. പക്ഷെ അത് മനസ്സിലാവണം ഫസ്റ്റ് എന്താണ്. ആദ്യം ഡൈജഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രീറ്റിംഗ് വിത്ത് കോൾഡ് വാട്ടർ എന്ന് പറയുന്നത് അത് നമ്മൾ കൂൾ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൂൾ ചെയ്യുന്ന സമയത്ത് കൂളിംഗ് പ്ലസ് സെൻട്രിഫ്യൂജ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. സെൻട്രിഫ്യൂജ് അതാണ് ഈ സ്റ്റെപ്പിലെല്ലാം നടക്കുന്നത്. എന്നിട്ട് അത് ഓരോന്നും സൾഫേറ്റ്സ് മാറി ഓരോ കോൺസെൻട്രേഷൻസ് ലാസ്റ്റ് നമുക്ക് എന്തുണ്ട്, ലാന്തനൈറ്റ്സ് മാത്രമായിട്ടാണ് നമുക്ക് പിന്നെ വരുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ നമ്മൾ അയൺ എക്സ്ചേഞ്ച് വഴി ലാന്തനൈറ്റ്സിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ആൻഡ് റാപ്പിഡ് മെത്തേഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് ലാന്തനൈറ്റ്സ്. ഇപ്പം അതിപ്പോൾ എടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ്, അതായത് നമുക്ക് ഇത്രയും കിട്ടിയത് കോൺസെൻട്രേഷൻ സ്റ്റെപ്പ്, ഇത് ഇത്രയും പറയുന്നത് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് മോണോസോക്സൈഡ് ആണ് പറയുന്നത്. നമുക്ക് കിട്ടിയ ഇത്രയും സംഭവത്തിൽ നിന്ന് നമുക്ക് the light and heavy fractions obtained after the
concentration step is separately treated with a solution containing cation exchanges. അതായത് നമുക്ക് ഈ മേളിൽ കിട്ടിയ ലൈറ്റ് ലാന്തനൈറ്റ്സും ഈ ഹെവി ലാന്തനൈറ്റ്സ് ഇവരെ നമ്മൾ രണ്ടുപേരെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് ലാന്തനൈറ്റ്സ് നമുക്ക് അല്ലാണ്ടായിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. സോ അവരെ നമ്മൾ അവർ ട്രീറ്റ് യൂസ് ചെയ്യുന്നത് കാറ്റയോൺ എക്സ്ചേഞ്ചേഴ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാറ്റയോൺ എക്സ്ചേഞ്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, they are insoluble organic അല്ലെങ്കിൽ inorganic resins with three-dimensional network structures. അതിനെയാണ് ഈ cation exchangers എന്ന് പറയുന്നത്. അപ്പോൾ the reaction sites of cation exchangers are acidic functional groups. അതായത് ഈ cation exchangers-നെ നമ്മൾ നമുക്കിപ്പോൾ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ലാന്തനൈറ്റ്സിനെ കിട്ടിയല്ലോ. ആ രണ്ട് ലാന്തനൈറ്റ്സിൻ്റെ അടുത്തേക്ക് നമ്മൾ ഈ കാറ്റയോൺ എക്സ്ചേഞ്ച് നമ്മൾ ഇടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മൾ അവിടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അവരെ കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള പ്ലേസസ് എന്ന് പറയുന്നത് ഈ കാർബോക്സിലിക് ആസിഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളിടത്തും OH ഗ്രൂപ്പ് ഉള്ളിടത്തും SO3 സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ്സ് ഉള്ളിടത്തൊക്കെയാണ് അവർ കൂടുതലും അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഹൈഡ്രജൻ ആറ്റം പ്രസൻറ്റ് ഇൻ ദീസ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇസ് മൊബൈൽ ആൻഡ് എക്സ്ചേഞ്ചബിൾ. അതായത് അവിടെ ഇവരുടെ ഈ ഹൈഡ്രജൻ ആറ്റംസ് നമ്മൾ ഇതുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, അവിടെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് കാറ്റയോൺസ് വെച്ചിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സംഭവം പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഈ ലാന്തനൈഡ് അയോൺസ് ഉണ്ട്. ഈ ലാന്തനൈഡ് അയോൺസ് നമ്മൾ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ വഴി നമ്മൾ ഇവരെ പാസ് ചെയ്യും. ഓക്കെ, അങ്ങനെ അതാണ് ഫസ്റ്റ് ഇതെന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ കോളം പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കോളം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വലിയൊരു ഒരു കോളം പോലത്തെ സംഭവമുണ്ട്. ഇതാണ് കോളം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ അടിയിലൊരു ഇങ്ങനൊരു നോബ് പോലത്തെ ഒരു സംഭവമുണ്ട്. മേളിലത്തേത് ഓപ്പൺ സ്പേസ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഒരു ഹോൾഡർ ഉണ്ടാവും. ഇവിടെ ഇതിങ്ങനെ പ്ലേസ് ചെയ്ത് സ്റ്റാൻഡിൽ വെക്കാനൊരു ഹോൾഡർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം കോളം പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോളം പ്രിപ്പയർ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ട്യൂബ് ഈ ഒരു കോളത്തിനകത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ റെസിൻ ഫില്ല് ചെയ്യും. അതായത് നമ്മൾ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനെ നമ്മൾ ഫില്ല് ചെയ്യും. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ഫില്ല് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സ്പോഞ്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് പോസിറ്റീവ്ലി ചാർജ്ഡ് ലാന്തനൈഡ് അയോൺസ് നമുക്ക് കുറച്ചും കൂടെ ഇങ്ങനെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ലാന്തനൈഡ് അതായത് നമ്മളിവിടെ നേരത്തെ എടുത്ത് വെച്ച് നമുക്കിവിടെ കിട്ടിയേക്കുന്ന മിക്സ്ചർ ഉണ്ട്. അതായത് ഈ ലാന്തനൈഡ് മിക്സ്ചർ, ലൈറ്റ് മിക്സ്ചറും ഉണ്ട്, ഹെവി ലാന്തനൈഡ് മിക്സ്ചർ. നമ്മൾ ഈ മിക്സ്ചേഴ്സിനെ എന്ത് ചെയ്യും, ഈ മിക്സ്ചറിനെ നമ്മൾ ഈ ഒരു കോളത്തിനകത്ത് നമ്മൾ ഫസ്റ്റ് കോളത്തിനകത്ത് റെസിനെ ഫില്ല് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലാന്തനൈഡ് മിക്സ്ചർ നമ്മൾ അതിനകത്തോട്ട് ഒഴിക്കും. എന്നിട്ട് എന്ത് പറ്റും, ഈ അയോൺസ് അതായത് ലാന്തനൈഡ് അയോൺസ് എല്ലാം ഈ റെസിനിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കോംപ്ലക്സിങ് ഏജൻറ്റ്, അതായത് EDTA അല്ലെങ്കിൽ സിട്രിക് ആസിഡ് അങ്ങനെ ഏതെങ്കിലും ഒരു കോംപ്ലക്സിങ് ഏജൻറ്റ് നമ്മൾ പയ്യെ ഈ ഒരു കോളത്തിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു EDTA അല്ലെങ്കിൽ ആ ഒരു കോംപ്ലക്സിങ് ഏജൻറ്റ് അത് ഈ ലാന്തനൈഡ് അയോൺസിന് ഈ റെസിനായിട്ട് ഓരോന്നായിട്ട് അതിൽ നിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കും. ഓക്കെ, എന്നിട്ട് അവിടെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, അവിടെ രണ്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കും. അതായത് നമുക്ക് ലൈറ്റ് ലാന്തനൈഡ്സും ഹെവി ലാന്തനൈഡ്സ്, അതായത് ഏറ്റവും ഈ ലൈറ്റ് ആയിട്ടുള്ള ലാന്തനൈഡ്സ് ആദ്യം പുറത്തേക്ക് വരുന്നത് ഇത് വഴിയിട്ടായിരിക്കും പുറത്തേക്ക് വരിക. ഓക്കെ, എന്നിട്ട് ഹെവി ആയിട്ടുള്ള ലാന്തനൈഡ്സ് പിന്നീടായിരിക്കും വരുന്നത്. ഹെവി ആയിട്ടുള്ളത് ഈ മുകളിൽ ഡെപ്പോസിറ്റ് ആവും, മറ്റേത് താഴെ കൂടെ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ലൈറ്റും ഹെവി ആയിട്ടുള്ള ലാന്തനൈഡ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിൽ അവരെ ഓരോന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും.
അപ്പോൾ ഇനി അപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നറിനകത്ത് ഒരു സ്പെസിഫിക് ലാൻഥനൈഡേ ഉള്ളൂ. അങ്ങനെയായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് അയൺ എക്സ്ചേഞ്ച് ഇതിനകത്ത്. അപ്പോൾ അതായത് ഈ ഫസ്റ്റ് ആദ്യത്തേന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ പ്രോസസ്സ്. ഈ കോൺസെൻട്രേഷൻ പ്രോസസ്സിനകത്ത് ലങ്താൻ, അതായത് LA to SM എന്ന് പറയുന്ന ഇത്രയും എലമെന്റ്സ് ലൈറ്റ് ലാൻഥനൈറ്റ്സിനകത്ത്. അപ്പോൾ ഇതിനകത്ത് കുറേ എലമെന്റ്സ് ഉണ്ട്, ഇത്രയും എലമെന്റ്സ് ഉണ്ടാവും. പിന്നെ ഗലൂഡിയം ടു ലുട്ടീഷ്യം വരെ ഹെവി ലാൻഥനൈറ്റ്സിനകത്ത്. അപ്പം നമുക്ക് ഈ ഓരോ ലാൻഥനൈഡ് എലമെന്റ്സും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പം അതിനാണ് നമ്മൾ ഈ അയൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ആദ്യം നമ്മളൊരു കോളം പ്രിപ്പയർ ചെയ്തു. കോളം പ്രിപ്പയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ റിയാക്ഷൻ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ N3+ എന്നുള്ളത് എന്തുകൊണ്ടാണ്, ഈ ലാൻഥനൈറ്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+. നമ്മൾ ഈ റെസിൻ ആദ്യം നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോളത്തിനകത്തോട്ട് നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്തത് എന്താ, റെസിനാണ് നമ്മൾ ആഡ് ചെയ്തത്. ഞാൻ ആഡ് ചെയ്തത് റെസിനായിരിക്കും, അതായത് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ ഞാൻ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നതാണ് എൻ്റെ മിക്സ്ചർ. അതായത് മിക്സ്ചറിന് ഞാൻ ആയിട്ട് കൊടുക്കുക ആഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ റിയാക്ഷൻ നടക്കുന്നത്, ഈ റെസിനിലുള്ള ഈ ഹൈഡ്രജനെ ഈ N റീപ്ലേസ് ചെയ്യും. മനസ്സിലായി? അപ്പോൾ ഈ ഹൈഡ്രജൻ പോയിട്ട് അവിടെ എന്ത് വരും, എനിക്ക് ഈ മെറ്റൽ അയൺ, അതായത് ഈ ലാൻഥനൈറ്റ്സിൽ മെറ്റൽ കൊണ്ട് ഈ റെസിനായിട്ട് അറ്റാച്ച് ചെയ്യും. റെസിനകത്ത് ഒരു ഒട്ടിപ്പിടിച്ചിരിക്കും. എന്നിട്ട് നമ്മൾ ഒന്നെങ്കിൽ EDT അല്ലെങ്കിൽ സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു എലിമെന്റ് നമ്മൾ അവിടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു എലിമെന്റ്, അതായത് ഒരു കോംപ്ലക്സിങ് ഏജന്റ് നമ്മളവിടെ ആഡ് ചെയ്യും. ആ കോംപ്ലക്സിങ് ഏജന്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവർ ഓരോന്നായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പയ്യെ ഈ റെസിനിൽ നിന്ന് നമുക്ക് ഓരോ ലാൻഥനൈഡ് അയോൺസ് നമുക്ക് ഫുൾ ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഡ്യൂറിങ് എല്യൂഷൻ എന്താ പറ്റുന്നത്, ഹൈഡ്രജൻ അയോൺ ഡിസ്പ്ലേസസ് ദ ലാൻഥനൈഡ് ട്രൈ പോസിറ്റീവ് അയോൺസ് ഫ്രോം ദ റെസിൻ. അതായത് ഈ റെസിനിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ലാൻഥനൈഡ് അയോൺസ് ഉണ്ടല്ലോ. അപ്പൊ ഇത് എല്യൂഷൻ നടക്കുമ്പോഴത്തേക്ക് എന്നാ പറ്റുന്നത്, ഈ ഹൈഡ്രജൻ റീപ്ലേസ് ആവും. അതായത് ഹൈഡ്രജൻ അയോൺസ് ഇവിടെ വന്നിരിക്കും. നമുക്ക് എന്ത് മാത്രം കിട്ടും, ഈ മെറ്റൽ ലാൻഥനൈഡ് അയോൺസിനെ മാത്രമായിട്ട് നമുക്ക് ഓരോന്നും പുറത്ത് കിട്ടും. അപ്പൊ നമുക്ക് ഇതിനെയാണ് വേണ്ടത്, ഈ ലാൻഥനൈഡ് അയോൺസിനാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായോ? അങ്ങനെയാണ് ഈ ഒരു സ്റ്റെപ്പ് നടക്കുന്നത്. അതായത് ഇതിനകത്ത് നടക്കുന്ന പ്രോസസ്സാണ് ഈ സംഭവം പറയുന്നത്. പിന്നെ അമോണിയം സിട്രേറ്റ് ബഫർ ഓഫ് pH 2.8 to 3.4 is used as എലിമെന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ്റെ എക്സാമ്പിൾ ആയിട്ട് ഡോവെക്സ് 50 എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ. അപ്പോൾ 1-2 എക്സാമ്പിൾസ് പഠിച്ചെടുക്കുക, എന്നിട്ട് അതിനനുസരിച്ചിട്ട് പറയാം. പിന്നെ വരുന്നത് ലാൻഥനൈറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. സോ പ്രോപ്പർട്ടീസ് നമുക്കറിയാം, they involve successive filling of differentiated 4f orbitals ആയിരിക്കും വരുന്നത്. അത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്, ഇവിടെ അതിൻ്റെ ജനറൽ, ഞാൻ ആദ്യം പറഞ്ഞൊരു അവരുടെ ജനറൽ ഫോർമാറ്റ് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് അങ്ങനെ ഫില്ല് ചെയ്യും. പിസിനൽ 4f5d. അപ്പോൾ ഈ F ഓർബിറ്റൽസിലാണെങ്കിൽ ഇപ്പോൾ എന്താ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസ് ആണെങ്കിൽ അവർ സ്റ്റേബിൾ ആണെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമുക്ക് ഇതിനകത്ത് കാണാം, മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഓർത്തിരിക്കണം. പിന്നെ വരുന്നത് കളർ ആൻഡ് ഇലക്ട്രോണിക് സ്പെക്ട്ര. അതായത് ഈ ട്രൈവാലന്റ് അയോൺസ് ഓഫ് ലാൻഥനൈറ്റ്സ് മോസ്റ്റ്ലി കളേർഡ് ആയിരിക്കും. ബിക്കോസ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് FF ട്രാൻസിഷൻസ് ഉള്ളതാണ്. അപ്പോൾ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ കളർ വരാനുള്ളതിൻ്റെ റീസൺ ആണ് പറയുന്നത് FF ട്രാൻസിഷൻസ് ഉള്ളതുകൊണ്ടാണ് വരുന്നത്. അതായത് ബൈ അബ്സോർബിങ് ലൈറ്റ് ഇൻ ദ വിസിബിൾ റീജിയൻ, ഇലക്ട്രോൺസ് ഫ്രം ദ ലോവർ എനർജി F ഓർബിറ്റൽസ് jump to higher energy level within the same subshell തന്നെയാണ്
അവര് എന്താ ലോവറിൽ നിന്ന് അപ്പറിലേക്ക് പോവുക, എന്നിട്ട് സെയിം ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തന്നെ വരുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എക്കോ ട്രാൻസിഷൻ പറയുന്നത്. കാരണം സെയിം സബ്ഷെല്ലിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് അതിന്റെ റീസൺ. കളറും ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസും വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇത്. പിന്നെ വരുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനകത്ത് വരേണ്ടത് സ്ട്രൈ പോസിറ്റീവ് അയോൺസ് വിത്ത് ഇപ്പോൾ 4f0യും 4f14 കോൺഫിഗറേഷൻസ് വരുമ്പോഴത്തേക്കും ഡൈ മാഗ്നറ്റിക് ഇൻ നേച്ചർ. അത് ഓർത്തിരിക്കുക അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. പിന്നെ നമ്മൾ അതിൻ്റെ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റം കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ ആണിത്. മ്യൂ ഇസ് ഈക്വൽ ടു ജി റൂട്ട് ഓഫ് ജെ ഇൻറ്റു ജെ പ്ലസ് 1 എന്നുള്ളത്. ജെ എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ആണ്. ജി എന്ന് പറയുന്നത് ലാൻഡ് ജി ഫാക്ടർ എന്ന് നമുക്ക് അതിനെ പറയാം. ഇതൊരു ഡൈമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ് വരുന്നത്. സോ ഇതിന് ന്യൂമറിക്കൽ വരുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ജസ്റ്റ് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ വരുന്നതാണ് ഈ അയണിക് റേഡിയൽ ലാൻഥനൈഡ് കോൺട്രാക്ഷൻ. അതായത് ദ സ്റ്റഡി ഡിക്രീസ് ഇൻ ദ അറ്റോമിക് ആൻഡ് അയണിക് റേഡിയൽ ഓഫ് ലാൻഥനൈഡ്സ് വിത്ത് ഇൻക്രീസ് ഇൻ ദ അറ്റോമിക് നമ്പർ. ലാൻഥനൈഡ് കോൺട്രാക്ഷൻ. ഇപ്പോൾ ലാൻഥനൈഡ് കോൺട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എഴുതിട്ട്. വാട്ട് ഇസ് ദിസ് ലാൻഥനൈഡ് കോൺട്രാക്ഷൻ? അതായത് ലന്താനം ടു ലുട്ടീഷ്യം നമ്മൾ എടുക്കുമ്പോൾ അറ്റോമിക്കിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യും റെഗുലർ മാനറിൽ. അപ്പോൾ ലന്താനം ഹാസ് എ ലാർജസ്റ്റ് സൈസ്, ലുട്ടീഷ്യം സ്മോളസ്റ്റ് സൈസും ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ആദ്യത്തെ ലന്താനത്തിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 115 തുടങ്ങിയിട്ട് കുറഞ്ഞ് എന്തായിട്ട് മാറി? 93 ആയിട്ട് മാറി. ഓക്കെ, സോ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഈ എന്താ ലാൻഥനൈഡ് കോൺട്രാക്ഷൻ എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് മേലത്ത് കൊടുത്തേക്കുന്ന ലാൻഥനൈഡ് കോൺട്രാക്ഷൻ്റെ ഒരു ഗ്രാഫ് പോലെയാണ് അവർ കൊടുത്തേക്കുന്നത്. സോ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ മതി. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, സോ നമ്മൾ ഇനിയിപ്പോൾ നോക്കാൻ പോകുന്നത് ലാൻഥനൈഡ് കോൺട്രാക്ഷൻ ആണ്. ലാൻഥനൈഡ് കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് നമ്മൾ പറഞ്ഞത് ഗ്രാജുവൽ ഡിക്രീസ് in the atomic and ionic radius of the lanthanide elements from അത് ലന്താനം ടു ലുട്ടീഷ്യം. അതായത് നമ്മൾ അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് അവരുടെ റേഡിയസ് സൈസ് കുറഞ്ഞുകൊണ്ട് പോകും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നടക്കണമെന്നാണ് ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ റീസൺ നോക്കാം. അതെന്തായാലും ഒരു ഗീവ് റീസൺ ക്വസ്റ്റൻ ആയിട്ട് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ്, എന്തുകൊണ്ട് ലാൻഥനൈഡ് കോൺട്രാക്ഷൻ നടക്കും. അതായത് നമ്മൾ ലാൻഥനൈഡ് സീരീസിലേക്ക് പോകുമ്പോഴത്തേക്കും എന്തായിരുന്നു, ഇലക്ട്രോൺസ് 4s സബ്ഷെല്ലിലേക്ക് ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും, ഈ 4s ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ അവർക്ക് പുവർ ഷീൽഡിങ് എഫക്റ്റ് ആണ് ഉള്ളത്. ഈ ന്യൂക്ലിയർ ചാർജായിട്ട് നോക്കുമ്പോഴത്തേക്കും പുവർ ഷീൽഡിങ് അവർ ഷീൽഡ് ചെയ്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ന്യൂക്ലിയസ് ഇലക്ട്രോൺസിനെ ക്ലോസ് ആയിട്ട് പുൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ എന്ത് പറ്റും, അറ്റോമിക് സൈസ് റിഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓരോ ന്യൂ എലമെൻറ്റ് ഓരോ ന്യൂക്ലിയസിലേക്ക് ഓരോ ഇലക്ട്രോൺസിനെ പ്രോട്ടോൺസിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് പറ്റും, അവിടെ പോസിറ്റീവ് ചാർജ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഈ ഒരു സ്ട്രോങ് അട്രാക്ഷന് എന്ത് പറ്റും, അവരുടെ ഇലക്ട്രോൺ ക്ലൗഡ് റെഡ്യൂസ് ആകാനായിട്ട് ഇത് പറ്റും. ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ സിർക്കോണിയം, ഇതിനകത്ത് മെയിൻ ഇപ്പോൾ സിർക്കോണിയം ആൻഡ് ഹോഫ്നിയം എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു സെറ്റ് എക്സാമ്പിളാണ് സിർക്കോണിയം ഹോഫ്നിയം എന്ന് പറയുന്നത്. ഈ സിർക്കോണിയം ഹോഫ്നിയം എന്ന് പറയുമ്പോഴത്തേക്കും നിയർലി അവർക്കൊരു ഐഡൻറ്റിക്കൽ അറ്റോമിക് റേഡിയസ് ഓൾമോസ്റ്റ് സെയിം അറ്റോമിക് റേഡിയസ് ആണ് ഉള്ളത്. എന്ത് കാരണം കൊണ്ട്, ഈ ലാൻഥനൈഡ് കോൺട്രാക്ഷൻ ഉള്ളത്. അതുപോലെ തന്നെ അടുത്ത സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഇവർക്കൊക്കെ സെയിം സൈസ് ആയിരിക്കണം. അതായത് ഇപ്പോൾ ഇത് ന്യൂക്ലിയസ് ആണ്,
അല്ലേ? അപ്പം നമുക്ക് അറിയാം എസ് പി അല്ലെങ്കിൽ ഡി ഇങ്ങനെ ഓരോ ഷെല്ലുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇത് ന്യൂക്ലിയസ് ആയിട്ട് നാം എടുക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഈ നടുക്കത്തെ സംഭവം ന്യൂക്ലിയസ് ആണെങ്കിൽ ഇപ്പോൾ 4f ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസിനെ ഇങ്ങനെ ഫില്ല് ചെയ്ത്, ഇതിപ്പോൾ 4f ആണെങ്കിൽ ഇലക്ട്രോൺസിനെ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഈ സൈസ് കൂടുന്നതനുസരിച്ച് എന്ത് പറ്റും, ന്യൂക്ലിയസുമായിട്ട് ഈ ഇലക്ട്രോൺസിന് അട്രാക്ഷൻ വരത്തില്ല. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് എല്ലാം ന്യൂക്ലിയസ് ആയിട്ട് അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്നാ പറ്റുന്നത്, ഇതിൻ്റെ സൈസാണ് ഷ്രിങ്ക് ആയി പോകും. സൈസ് കുറഞ്ഞിട്ട് ഈ ചുറ്റുമുള്ള ഇലക്ട്രോൺസ് ഒക്കെ എന്ത് പറ്റും, ന്യൂക്ലിയസിനകത്തോട്ട് പോകും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫ് ഓർബിറ്റൽസിന് ഷീൽഡിങ് എഫക്റ്റ് ഇല്ല. ഷീൽഡിങ് എഫക്റ്റ് എന്ന് വെച്ചാൽ ഈ എന്താ പറയുക, തടയാനായിട്ടുള്ള ഒരു എഫക്റ്റ് ഈ 4f ഓർബിറ്റൽസിന് ഇല്ല. ആ ഒരു റീസൺ ഉള്ളത് കൊണ്ടാണ് നമുക്കിവിടെ ലാൻത്തനൈഡ് കോൺട്രാക്ഷൻ വരുന്നത്. ഓക്കെ, അതാണ് ഇത്രയും റീസൺസ് ആണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതുക. ഇത്രയും റീസൺ, പുവർ ഷീൽഡിങ് എഫക്റ്റ് 4f ഓർബിറ്റൽസിന് പുവർ ഷീൽഡിങ് എഫക്റ്റ് ആയിരിക്കുള്ളത്. അപ്പോൾ എന്ത് പറ്റും, ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യും അല്ല, ന്യൂക്ലിയസ് ഈ ഔട്ടർ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും സൈസ് ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ആവും. അതിനകത്തപ്പോൾ പറയേണ്ട ഒരു എക്സാമ്പിൾ ഒന്നെങ്കിൽ സിർക്കോണിയം ഫോസ്ഫേറ്റിന് എക്സാമ്പിൾ വെച്ചിട്ട് പറയാം, അല്ലെങ്കിൽ ഈ ഒരു എലമെൻറ്റിൻ്റെ വെച്ചിട്ട് എക്സാമ്പിൾ പറഞ്ഞിട്ട് എഴുതുക. പിന്നെ വരുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് അതിനകത്ത് വരുന്നത് ഓക്സൈഡ് ഫോർമേഷൻ ഉണ്ട്, ഹൈഡ്രോക്സൈഡ് ഫോർമേഷൻ ഉണ്ട്. അതായത് ലാൻത്തനൈഡ് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ജനറൽ ഫോർമുലയിലായിരിക്കും അവരുടെ ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നത്, Ln2O3. അതെങ്ങനെയാണെന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് അവരുടെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നതുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഇത് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രോക്സൈഡ് ഫോർമേഷൻ വരുന്നത് എങ്ങനെയാണ്, അതായത് ഈ ലാൻത്തനൈഡ് അയൺസ് വാട്ടറിൽ ഹൈഡ്രോളൈസ് ചെയ്ത് ഹൈഡ്രോക്സൈഡ്സ് ഫോം ചെയ്യും. ഏത് ഫോർമുല, LnOH3 ഫോർമുലക്കാണ്. ഇതിൻ്റെ ഹാലൈഡ് ഫോർമേഷൻ നടക്കുമ്പോൾ എങ്ങനെ ഫോം ചെയ്യുന്നത്, അതായത് ലാൻത്തനൈഡ്സ് ഹാലൈഡ്സ് ആയിട്ട് ട്രൈ ഹാലൈഡ്സ്, അത് ഓർക്കണം, വെറും ഹാലൈഡ്സ് അല്ല, ട്രൈ ഹാലൈഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഒരു ഫോർമുലയാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രൈഡ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഹൈഡ്രൈഡ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുലയിലായിരിക്കും അതൊരു ലാൻത്തനൈഡ്സ് ഫോം ചെയ്യുന്നത് വരുന്നത്, അവരുടെ പ്രോപ്പർട്ടീസ്. പിന്നെ കാർബൈഡ് ഫോർമേഷൻ, പിന്നെ സൾഫേറ്റ് ഫോർമേഷൻ, നൈട്രേറ്റ് ഫോർമേഷൻ, പിന്നെ കോംപ്ലക്സ് ഫോർമേഷൻ. സോ ഇങ്ങനെ ലാൻത്തനൈഡ്സ് ഇത്രയും പേരായിട്ട് കമ്പൈൻ ചെയ്ത് ഓരോരോ ഫോമിൽ ഓരോരോ കോംപ്ലക്സ് ഫോർമേഷനായിട്ട് മാറുന്നു. അപ്പോൾ അത് എന്തായിട്ട് റിയാക്ട് ചെയ്ത് വരുന്നു, പിന്നെ അവരുടെ ഈ ഫോമുല എന്താണെന്നുള്ളത് മാത്രം ഇതിന് ജസ്റ്റ് ഓരോന്നിനും പഠിച്ച് വെച്ചാൽ മതി. ഓക്കെ, സോ വിത്ത് ദിസ് നമുക്ക് എന്ത് കഴിഞ്ഞു, നമ്മുടെ ലാൻത്തനൈഡ് സീരീസ് കഴിഞ്ഞു. സോ ലാൻത്തനൈഡ് സീരീസിനകത്ത് മെയിനായിട്ട് നോക്കുന്നത് ലാൻത്തനൈഡ്സിൻ്റെ ഈ കോൺസിക്വൻസ് ഓഫ് ലാൻത്തനൈഡ് കോൺട്രാക്ഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ലാൻത്തനൈഡ് കോൺട്രാക്ഷൻ എന്താണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ കോസ് എന്താണെന്നുള്ളതാണ് ഈ ഒരു ഇതിനകത്ത് ഇത്രയും പോയിന്റ്സ്, ഈ ഒരു ചെറിയ പോയിന്റ്സിനകത്ത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ കാര്യങ്ങൾ പറയാം, ജനറൽ ഫോർമുല എന്താണെന്നുള്ളത് പറയാം, ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ടെന്നുള്ളത് ഹൈലൈറ്റ് മെൻഷൻ ചെയ്യുക, അതിൻ്റെ അറ്റോമിക് നമ്പറും പിന്നെ അവർ കാണിക്കുക അതിൻ്റെ പ്രോപ്പർട്ടീസാണ് നമുക്ക് നോക്കാൻ. ഓക്കെ, സോ വിത്ത് ദിസ് ലാൻത്തനൈഡ് സീരീസ് കഴിഞ്ഞു. നമുക്ക് ഇനിയിപ്പോൾ ഉള്ളത് ആക്റ്റിനൈഡ്സ് മാത്രമേ ഉള്ളൂ. ഇത് ലാൻത്തനൈഡ്സ് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.